ഹായ്, വെൽക്കം ബാക്ക് ടു ടാർഗൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഞാനിന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി റോസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതേ കണ്ടുകൊണ്ടിരിക്കുന്നത് കരിഷ്മ റോസാണ്. നമുക്ക് 5 നാടൻ റോസിൻ്റെ കോംബോ വരുന്നുണ്ട് കേട്ടോ. 5 നാടൻ റോസ്. ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ കരിഷ്മ റോസാണ് കേട്ടോ ഇത്. ഒരു പ്ലാന്റിൽ തന്നെ 2-3 കളറിൽ നിൽക്കുന്നുണ്ടോ. അതാണ് ഈ ഒരു കരിഷ്മ റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 2-3 ഷെയ്ഡിലായിരിക്കും, കളർ ചേഞ്ച് ആയിട്ടായിരിക്കും വിരിയുന്നത് കേട്ടോ. 5 നാടൻ റോസിൻ്റെ കോംബോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ബ്ലാക്ക് റോസാണ് കേട്ടോ. കറുത്ത സുന്ദരിയാണ്, നിറയെ പൂക്കൾ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ബ്ലാക്ക് റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത്. ബ്ലാക്ക് റോസും ആപ്രിക്കോട്ട് റോസും കോംബോ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. 300 രൂപ പ്ലസ് കൊറിയർ ചാർജാണ് ബ്ലാക്കും ആപ്രിക്കോട്ടിൻ്റെയും കോംബോയ്ക്ക് വരുന്നത്. സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിളായിട്ടും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. പർച്ചേസ് ലിങ്ക് ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വാട്സപ്പിൽ വരാനുള്ളതാണ് ഞാൻ കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്തിട്ടൊക്കെ എടുക്കേണ്ടി വരില്ലേ. അപ്പോൾ അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തേക്കാം. ഇതാണ് ആപ്രിക്കോട്ട് റോസ്. ചെങ്കൽ നിറത്തിൽ വരുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ ഇംഗ്ലീഷ് റോസിനോടൊക്കെ സാമ്യമുള്ളൊരു ടൈപ്പാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തായിട്ട് വെക്കാം കേട്ടോ. അടുത്തതായിട്ട് വീണ്ടും മിനിയേച്ചർ ടൈപ്പിലോട്ട് വരുവാണ്. ഇത് നമ്മുടെ സമ്മർ സ്നോ റോസ്, പേപ്പർ റോസ് എന്നൊക്കെ പറയുന്ന റോസാണ്. ഇത് ഒരു ചട്ടിയിൽ നമുക്ക് 2 പ്ലാന്റൊക്കെ ആയിട്ട് വെക്കാവുന്നുണ്ടെങ്കിൽ നിറയെ ഇങ്ങനെ പടർന്ന് പൂത്ത് നിൽക്കും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ സൈസിനുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഡിസ്പാച്ച് ആക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ കമ്മൽ റോസ് സുന്ദരിയാണ്. ഇതാണ് കമ്മൽ റോസ്. വൈറ്റ് കളറിലാണ് വരുന്നത്. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ. ഇത് പിങ്ക് ബട്ടൺ റോസാണ്. പിങ്ക് ബട്ടൺ റോസിൻ്റെ സൈസ് ഇതാണ് കേട്ടോ. അപ്പോൾ വീഡിയോസിലെല്ലാ സൈസും കൂടെ കാണിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പർച്ചേസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യുമല്ലോ എത്ര വലിപ്പമുള്ള പ്ലാന്റ്സ് ആണെന്നുള്ളത്. ഇത് നമ്മുടെ കരിഷ്മ റോസിൻ്റെ തൈയാണ്. ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചില്ലേ, ആ കരിഷ്മ റോസിൻ്റെ തൈകളാണ് കേട്ടോ ഉള്ളത്. ഇതാണ് സൈസ്. നമ്മൾ കുറേ പ്ലാന്റ്സ് കാണിക്കുന്നത് ഏകദേശം ഒരു സൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓറഞ്ച് മിനിയേച്ചർ അല്ലെങ്കിൽ സ്റ്റെറീന റോസാണ്. അതിൻ്റെ തൈയുടെ സൈസാണ് കേട്ടോ. ഇത്രയും വലിയ പ്ലാന്റാണ്. ഇതാണ് പൂക്കൾ. ഇത് നമ്മുടെ ഇതാണ് സ്റ്റെറീന റോസ് കേട്ടോ. അതുകൊണ്ട് എന്ത് തീക്കട്ട പോലെ നിൽക്കുന്നുണ്ടല്ലേ. ഇത് യെല്ലോ മിനിയേച്ചറാണ് കേട്ടോ. യെല്ലോ മിനിയേച്ചറിൻ്റെ തൈയുടെ സൈസാണ്. അപ്പോൾ ഇതാണ് യെല്ലോ മിനിയേച്ചർ. യെല്ലോയും വൈറ്റും കളറിൽ നമ്മുടെ ക്രീപ്പർ ജാക്കിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ്. ഇത് വന്നിട്ട് ടൈഗർ റോസ് അല്ലെങ്കിൽ ജസ്റ്റ് ഇമാജിൻ റോസാണ്. അതിൻ്റെ പ്ലാന്റാണ്. ഇതൊക്കെയാണ് നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് വരുന്നത്. ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം. ഏകദേശം 10 മേലെയാണ് നമുക്ക് മിനിയേച്ചർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഉള്ളത് കേട്ടോ. ഇത് പീച്ച് ക്രീക്രിയാണ്. പീച്ച് ക്രീക്രി പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ. ഇതാണ് പീച്ച് ക്രീക്രി പ്ലാന്റ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ വന്നിട്ടുള്ളതെല്ലാം. അതും ഓൺ റൂട്ടഡ് ആണ്. ഇതിൽ കാണിച്ചിട്ടുള്ളതെല്ലാം ഓൺ റൂട്ടഡ് ആണ്. ഇത് മിഡ് നൈറ്റ് ബ്ലൂ പ്ലാന്റാണ് കേട്ടോ. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ്. അപ്പോൾ ഇത് വേറൊരു പ്ലാന്റാണ്. ഇത് വേറൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള പൂക്കളാണ് വരുന്നത്. പിന്നെ വള്ളി റോസ് വൈറ്റ് ഉണ്ട്, വള്ളി റോസ് റെഡ് ഉണ്ട്. വള്ളി റോസ് വൈറ്റിൻ്റെ പൂക്കളാണ്. തൊട്ടടുത്ത് നിൽക്കുന്നത് പെർഫ്യൂം ബ്രീസ് റോസാണ്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ. ഇത് നമ്മുടെ വൈറ്റ് പ്ലാന്റിൻ്റെ സൈസാണ് കാണുന്നത്. വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ എല്ലാം വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നമുക്ക് ആർച്ച് പോലെയൊക്കെ പടർത്തി വിടാൻ പറ്റുന്ന ടൈപ്പാണ്. പെർഫ്യൂം ബ്രീസും ഏകദേശം ഇതേ വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ പെർഫ്യൂം ബ്രീസിൻ്റെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റെഡും ഇതേ സൈസിന് വരുന്നുണ്ട്. ഇത് നമ്മുടെ കൊറിയർ ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒരുപാട് പേർക്ക് പ്ലാന്റ് ഡിസ്പാച്ച് ആക്കിയിട്ടുള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പ്ലാന്റ്സ് എടുത്തേക്കുന്നത് കാണുന്നത് കേട്ടോ. ഇത് റെഡ് മിനിയേച്ചറിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഇത് റെഡ് മിനിയേച്ചർ. അതുപോലെ തന്നെ അഹല്യ റോസ്, സമ്മർ സ്നോ റോസ്, കാശ്മീരി റോസ്, ആപ്രിക്കോട്ട് റോസ് വിരിഞ്ഞ് കഴിഞ്ഞ് 2-3 ദിവസം ആയതിൻ്റെതാണ്. ഇതാണ് കളറ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് എല്ലാം. തീരെ ചെറിയ പ്ലാന്റ്സ് ഒന്നും അല്ല. ഡയമണ്ട് പിങ്ക് ആയാലും പനിനീർ റോസ്, നാടൻ പനിനീർ റോസ് ആയാലും ഒരുപാട് വെറൈറ്റീസ്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് നാടൻ റോസിൻ്റെ തന്നെ ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട്. ഇത് നമ്മുടെ നാടൻ പനിനീരിൻ്റെയാണ്. ഇതാണ് നാടൻ പനിനീരിൻ്റെ തൈ എന്ന് പറയുന്നത്. പിന്നെ ഇത് പനിനീരാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് ഓർക്കിഡ് റോസ്, ഇത് ഓർക്കിഡ് റോസാണ്, ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് കേട്ടോ ഇത്. ഇതുപോലത്തെ വലിപ്പമുള്ള തൈകളാണ് ഓർക്കിഡ് റോസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നമുക്കിവിടെ ലോഡ് ഇറങ്ങിയിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ, ബ്ലാക്കിൻ്റെയൊക്കെ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് ലേ മാർണേ എന്ന് പറയുന്ന റോസ് വെറൈറ്റി ആണ്, പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ ലേ മാർണേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതാ മാംഗോ യെല്ലോയും അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് മാംഗോ യെല്ലോയുടേത് ഇപ്പോൾ ഉള്ളത്. പിന്നെന്താ, മാംഗോ യെല്ലോ, അഹല്യ റോസ്, തഞ്ചാവൂർ, അതായത് ഇത് നമ്മുടെ മാംഗോയിലൂടെ തൈകളാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് മാംഗോയിലൂടത്. അതേപോലെ തന്നെ റെഡ് പിനാക്കിയുടെ തൈകൾ വരുന്നുണ്ട്. റെഡ് പിനാക്കിയുടെ തൈ ഇതാണ് കേട്ടോ, ഈ സൈസിനുള്ള തൈകളാണ് റെഡ് പിനാക്കിയുടേത്. ഇത് ബേബി പാരഡൈസിൻ്റെ തൈയാണ് കേട്ടോ, ഇത് ബേബി പാരഡൈസിൻ്റെ തൈ. റെഡ് പിനാക്കിയുടെ തൈ ഞാൻ കാണിച്ചു തരാം. ഇതാണ് റെഡ് പിനാക്കിയുടെ പ്ലാന്റ് കേട്ടോ. നല്ല കളറിൽ, റെഡ് കളറിൽ, ഡാർക്ക് റെഡ് കളറിലാണ് റെഡ് പിനാക്കിയ റോസ് വരുന്നത്. അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഇത്. ഒരുപാട് ധാരാളം പ്ലാന്റ്സ് നമുക്ക് ഇപ്രാവശ്യം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്ലാന്റ്സ് കൊണ്ടിറക്കുമ്പോൾ തന്നെ നമുക്ക് സോൾഡ് ഔട്ട് അടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇത് റെഡ് ഓർക്കിഡ് റോസിൻ്റെ തൈയാണ് കാണിച്ചു തരാം കേട്ടോ. റെഡ് ഓർക്കിഡ് റോസാണ്, റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് റെഡ് ഫെയറി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം വലിപ്പമുള്ള തൈകൾ തന്നെയാണ്, നല്ലൊരു വള്ളി പോലെ വീശി നിൽക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. റെഡ് ഓർക്കിഡ് റോസ്, അതേപോലെ നോർമൽ ഓർക്കിഡ് റോസും നമുക്ക് അവൈലബിൾ ആണ്. ഒത്തിരി നമുക്ക് അലഞ്ഞ് തിരിഞ്ഞിട്ട് കിട്ടിയ ഒരു വെറൈറ്റിയാണ് കേട്ടോ റെഡ് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത്. ഇതങ്ങനെ കിട്ടുന്നില്ല, വളരെ റെയറാണ്, കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുമാണ്. ഇതാണ് തൈകളെന്ന് പറയുന്നത് കേട്ടോ. തൈ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ് റെഡ് ഓർക്കിഡ് റോസിൻ്റെത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ കേട്ടോ, നമുക്കൊരു 20 പ്ലാന്റ്സിനകത്ത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ല. കാരണം ഇത് കിട്ടുന്നില്ല ഈ ഒരു പ്ലാന്റ്. അതുപോലെ തന്നെ ഒരുപാട് എൻക്വയറീസും ഉള്ളൊരു വെറൈറ്റിയാണ് ഈ റെഡ് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത്. ഇപ്പം തന്നെ നമ്മുടെ കൊറിയറിൽ ഇത് വന്നതിൻ്റെ അന്ന് നമ്മൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിലൊരുപാട് പ്ലാന്റ്സ് നമുക്കിപ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇനി കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്ലാന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. പർച്ചേസിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ പ്ലാൻസ് വേണമെന്നുള്ളൊരു വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വരുന്ന വീക്ക് ഡിസ്പാച്ച് ആക്കുകയുള്ളൂ. എല്ലാ പേർക്കും നമ്മുടെ ഈ വരുന്ന വീക്ക് ഡിസ്പാച്ച് ഉണ്ടായിരിക്കും കേട്ടോ. നെക്സ്റ്റ് മൺഡേ മുതൽ ഡിസ്പാച്ച് ഉണ്ടായിരിക്കും. താങ്ക് യു.